ഇതുമൂലം വിരമിച്ച പല ഉദ്യോഗസ്ഥന്മാർക്കും പകരമായി ആളെ നിയമിക്കാനായിട്ടില്ല. പല താലൂക്കുകളിലും തഹസിൽദാരുടെ ചുമതല മറ്റു താലൂക്കുകളിലെ തഹസിൽദാർമാർക്ക് കൈമാറിയിരിക്കുകയാണ്. എന്താണ് മോഹനേട്ടാ വലിയ ഗൗരവത്തിലാണല്ലോ വായന? നീ ഇത് കണ്ടോ ഭാമേ? സമയാസമയങ്ങളിൽ ഉദ്യോഗ കയറ്റം നൽകാത്തത് കൊണ്ട് ഉയർന്ന പല തസ്തികകളിലും ആളില്ല. എന്നെ പോലുള്ളവർ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പാസ്സായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? ഈ ലിസ്റ്റ് ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയേനെ, ഉദ്യോഗസ്ഥരില്ലാത്ത പ്രശ്നം മാറുകയും ചെയ്തേനെ. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറപ്പെടുകയാണെന്ന് പറയാൻ വിളിച്ചതാ. ഒരു 15 മിനിറ്റുള്ള അവിടെ എത്തും. അതിനെന്താ, സാറ് വന്നോളൂ. അപ്പൊ ശരി. ഓ എന്റെ ഈശ്വര, 15 മിനിറ്റ്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ. ഹാമേ, എന്താ പതിവില്ലാത്തൊരു പ്രാർത്ഥന? അല്ല, ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോ ദൈവത്തിലെ നമുക്ക് വിളിക്കാൻ പറ്റൂ. അങ്ങനെ വിളിച്ചു പോയതാ. ഇപ്പോഴെന്താ പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓരോരോ ചെറിയ കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് ദൈവത്തെ വിളിച്ച് ശല്യപ്പെടുത്തിയാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്ന് നീ തന്നെയല്ലേ പറയാറുള്ളത്? കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞ് എന്നെ കളിയാക്കി. അതെ ശരിയാ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി മോഹനേട്ടൻ പറഞ്ഞത് അതിന്റെ ശരിയെന്ന്. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമല്ലേ? അപ്പൊ പിന്നെ ചെറിയ കാര്യം വലിയ കാര്യം എന്നൊക്കെ പറയാനുണ്ടോ? അല്ലേ? ചെറിയ കാര്യം വലിയ കാര്യം എന്നൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്റെ കാര്യത്തിനായി മാത്രം പ്രാർത്ഥിക്കാറേയില്ല. ഇതിനെയാ മോഹനേട്ട ഈ മനപ്പൊരുത്തെന്ന് പറയണത്. മോഹനേട്ട ചിന്തിച്ച പോലെ ഞാൻ ചിന്തിച്ചതുണ്ടോ? ഈ ഷർട്ട് കുറെ ദിവസമായി. ഈ ഷർട്ട് മോഹനേട്ടന് ശരിക്കും ചേരും. മോഹനേട്ടൻ നല്ല വെളുത്ത ആളായതുകൊണ്ട് കറുത്ത ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇന്ന് എന്തായാലും ഈ കറുത്ത ഷർട്ട് ഇട്ട് പോയാൽ മതി. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇന്ന് താലൂക്ക് ഓഫീസിൽ പോയാൽ പറ്റൂ. താലൂക്ക് ഓഫീസിലേക്ക് കറുത്ത ഷർട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് വേണ്ട, ഭയങ്കര മോശം. അയ്യോ, മോഹനേട്ടൻ താലൂക്ക് ഓഫീസിൽ പോണെന്ന് പറഞ്ഞ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതല്ലേ പറ്റിപ്പോയത്. എന്തൊക്കെ ചെയ്യും? കൈക്കൂലി കൊടുക്കും, മദ്യം വാങ്ങിക്കൊടുക്കും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള്. മോഹനേട്ടൻ അത്തരം പ്രലോഭനങ്ങളൊന്നും വീഴാത്ത ആളായതുകൊണ്ട് ഉത്തമനെ പോലുള്ളവരുടെ അഭ്യാസം നടക്കുന്നില്ല. തേച്ച് വെച്ചിട്ടുണ്ട് മോഹനേട്ടാ. മോഹനേട്ട പോയി വേഷം മാറി വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ള എടുത്ത് വെക്കാം. വക്കീലെ, അതെന്ത് വർത്തമാനാണ് വക്കീല് പറഞ്ഞത്? എന്താ? ഞാൻ ഏത് വില്ലേജ് ഓഫീസറാണ് വഴി തെറ്റിച്ചത്? പോയി. അതെ, ഞാൻ മോഹനേട്ടന്റെ പക്ഷം പിടിച്ചത് ഉത്തമനെ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എങ്ങനെ പക്ഷം പിടിക്കാതിരിക്കുന്നു? മോഹനേട്ടൻ തന്നെ പറ. സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ വഴി തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദേഷ്യം വരില്ലേ? നിനക്കെന്താണ് സത്യത്തെ പറ്റി ഇങ്ങനെ പെട്ടെന്നൊരു ബോധം വന്നത്? കോടതിയിൽ ആളുകളെ കൊണ്ട് കള്ളസാക്ഷി പറയിക്കുകയും കേസുകൾ വളച്ചൊടിക്കുകയും ചെയ്യുമ്പോഴും തോന്നാറില്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? സത്യം പറയാലോ മോഹനേട്ടാ, ഞാനായിട്ട് ഒരു കള്ളസാക്ഷി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സാധാരണ സാർ നിർബന്ധിക്കുമ്പോ ഞാനത് കണ്ടില്ലെങ്കിൽ നടിക്കും. തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതും തെറ്റാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള കേസുകളൊന്നും ബാധിക്കില്ല എന്ന് ഞാൻ സാധാരണ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. വക്കീലന്മാർ കള്ളന്മാരാണെന്ന് ഞാൻ പറയുമ്പോൾ സാധാരണ നീ എതിർത്ത് പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പോഴെന്ത് പറ്റി? പല വക്കീലന്മാരും കള്ളന്മാരാണെന്ന് എനിക്ക് തന്നെ അറിയാലോ. പിന്നെ മോഹനേട്ടനെ ചുമ്മാ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഞാൻ എതിർക്കുന്നതല്ലേ. ഇതാണ് ഭാമി ഞാൻ പറയുന്നത്. ഈ വക്കീൽ പണി നിർത്തി പല സർക്കാർ ജോലിക്കും ശ്രമിക്കണമെന്ന്. ഇത്രയും പ്രയാസമുള്ള ജോലി ചെയ്തിട്ടും അതിന്റെ എന്തെങ്കിലും ദേഷ്യമോ മടുപ്പോ മോഹനേട്ടൻ കാണിക്കാറുണ്ടോ? വേറെ വല്ല ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ കാണായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വഴക്കുണ്ടാക്കും. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. അതെന്തുണ്ടാ? മോഹനേട്ടന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ വല്ല കുസൃതയും കാണിക്കും. അപ്പോഴല്ലേ? ലാഭം മാത്രമല്ല, ചിലപ്പോ ഒരു കാര്യമില്ല ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. ഇതല്ല സാധാരണയല്ലേ മോഹനേട്ടാ? പിന്നെ ഒരു സത്യം ഞാൻ പറയാം. മോഹനേട്ടൻ ദേഷ്യപ്പെടുന്നതാണ് എന്തൊരു ഭംഗിയാന്നറിയാം. അത് കാണാൻ വേണ്ടിയല്ലേ ഞാൻ മിക്കവാറും വഴക്കുണ്ടാക്കുന്നത്.
സത്യം പറഞ്ഞ ഒരു ദിവസം മോഹനോട് ദേഷ്യപ്പെട്ടില്ലെങ്കിലാണ് എനിക്ക് സങ്കടം.